ഹായ് ഫ്രണ്ട്സ്, ബൂനിയൻ ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർ ഫിറ്റ് അതേപോലെ തന്നെ അണ്ടർ ഫിറ്റ് ഇൻ മെഷീൻ ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് 3 എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഡാറ്റാസ് ഉണ്ട്, അതിനെ ഫിറ്റ് ചെയ്ത M1ഉം അതേപോലെ തന്നെ ഈ ഡാറ്റകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് M2 എന്നുള്ള കർവും, അതേപോലെ തന്നെ ഈ ഡാറ്റകളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് M3 എന്നുള്ള കർവും. ഇതിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ദസ് 3 മോഡൽ ഔട്ട് ഓഫ് M1, M2, M3 തിങ്ക് ബെസ്റ്റ്, ഏതാണ് ബെസ്റ്റ് സൂട്ടബിൾ ആയിട്ട് ഫിറ്റ് ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോഡൽ M1 clearly M1 model is not fitting well on both training and test data. അപ്പോൾ ഇത് ട്രെയിനിങ് ഡാറ്റ ആദ്യം നമ്മൾ ഏതൊരു മോഡലാണ് ആദ്യം ട്രെയിൻ ചെയ്യും, ദെൻ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ട്രെയിൻ ചെയ്ത ഡാറ്റയിൽ നമുക്ക് ഒരു ഫിറ്റിംഗ് കർവ് വരക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ M1 ഫിറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ടെസ്റ്റ് ഡാറ്റയിലും M1 ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇൻകമർ പുതിയൊരു ഡാറ്റ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല, M1ൻ്റെ ടെസ്റ്റിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫൈൽ ടു ക്യാപ്ചർ ദ പാറ്റേൺ, അതുകൊണ്ട് M2 M1ന് ടെസ്റ്റിങ്ങിലും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു സ്റ്റുഡൻറ്റ് ഒരു എക്സാമിന് വേണ്ടിയിട്ട് എല്ലാം ഒന്നും പഠിക്കാതെ പോയിട്ട് എക്സാം എഴുതി. അപ്പം തീർച്ചയായിട്ടും ആ സ്റ്റുഡൻറ്റ് എന്തായിരിക്കും, എക്സാം ഫെയിലാവും. ഉറപ്പല്ലേ? എക്സാം ഫെയിലാവും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എടുത്താൽ മതി. ഇമാജിൻ M1 സ്റ്റുഡൻറ്റ് ഹു ഡിഡ് നോട്ട് സ്റ്റഡി അറ്റ് ഓൾ ഫോർ എക്സാം, സോ ഈ ബോണസ് ഫെയിൽ. ഓക്കെ, അപ്പം നമുക്ക് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ അവന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാം പുതിയ ഒരു പാറ്റേൺ പോലെ തോന്നും. അപ്പോൾ എന്തായാലും ഉത്തരവൻ എഴുതാൻ കഴിയില്ല, ഫെയിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനാണ് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൽ. അഥവാ നമ്മൾ ട്രെയിൻ ചെയ്ത ഡാറ്റ നമുക്ക് ഒരു ട്രെയിനിങ് സമയത്തും നല്ല രീതിയിൽ ഫിറ്റിങ് നമ്മൾ കർവ് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ആ ഒരു നല്ലൊരു ഫിറ്റിംഗ് കർവ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, നമുക്ക് ടെസ്റ്റ് സമയത്തും നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെയാണ് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും നെക്സ്റ്റ് മൊഡ്യൂളിലൊക്കെ ഇത് ആവശ്യമാണ്, അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ സെക്കൻഡ് മോഡൽ M2 is performing great on training but only decent on testing. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ XY. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെല്ലാം ഡാറ്റകൾസ് ആണ്. ഓക്കെ, ഈ ഡാറ്റയിൽ ഓൾറെഡി എല്ലാ പോയിന്റ് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റിലും കൂടി എന്താകുന്നുണ്ട്, ട്രെയിനിങ് ടൈമിൽ ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് സമയത്ത് നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നത്, പക്ഷേ ടെസ്റ്റിംഗ് സമയത്തോ
ഈ ഫിറ്റിങ് എല്ലാ എറേഴ്സിലും ടച്ച് ചെയ്ത് എറർ മിനിമം ആവുന്നില്ല, എല്ലാത്തിലും ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ ക്യാപ്ചർ പാറ്റേൺ ഡ്യൂ ടു നോയ്സ് ഡാറ്റ ആയതുകൊണ്ട് ഇത് ടെസ്റ്റിംഗ് സമയത്ത് എല്ലാ ഇതും ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, പെർഫോമിങ് ഗ്രേറ്റ് ഓൺ ട്രെയിനിങ് ആൻഡ് ഡീസൻറ്റ് എന്നല്ല വേണ്ടത്, ബാഡ് ഓൺ ടെസ്റ്റിംഗ് കേട്ടോ. ഓക്കെ, ടെസ്റ്റിംഗ് സമയത്ത് ബാഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓവർ ഫിറ്റിംഗ്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റുഡൻസ് എക്സാമിന് എല്ലാം പഠിച്ച് മാത്സിൻ്റെ എക്സാം ചെയ്യുക, നമ്മളെ ഇക്വേഷൻ എല്ലാം പഠിച്ച് പോയി, പ്രോബ്ലം എല്ലാം പഠിച്ചു പോയി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന് എക്സാമിൽ പാറ്റേൺ ഒന്ന് മാറ്റി കൊടുത്ത്, അപ്പോൾ എല്ലാം കാണാതെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എക്സാമിൽ ടെസ്റ്റിംഗ് സമയത്ത് എക്സാമിന് എന്താക്കി ആ പാറ്റേൺ ഒന്ന് മാറ്റി കൊടുത്താൽ ഇവന് എഴുതാൻ കഴിയൂല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഈ നമ്മളെന്ത് പറയുന്നത് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമാജിൻ ടു സ്റ്റുഡൻറ്റ് ഹു സ്റ്റഡി ഹാർഡ് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് പകരം നല്ല മഗപ്പ് ചെയ്ത് പോയി. പക്ഷെ സെയിം എക്സാമ്പിൾ ആണെങ്കിൽ ഓക്കെ, സെയിം എക്സാമ്പിൾ വന്നാലും എക്സാമിൽ ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവന് ഫെയിൽ തന്നെ ആവും. മനസ്സിലായില്ലേ, വ്യത്യസ്തമായ ചോദ്യം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പറയുന്നതാണ് എന്ത് ഓവർ ഫിറ്റിംഗ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്റ്റ് ഓവർ ഫിറ്റിംഗ്. ഇൻ്റർവ്യൂവിലൊക്കെ ഭയങ്കര ചോദിക്കുന്ന കൺസെപ്റ്റുകളാണ് ഓവർ ഫിറ്റിംഗ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓവർ ഫിറ്റിംഗും അണ്ടർ ഫിറ്റിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു കേസാണ് നമുക്ക് ആവശ്യമുള്ളത് മെഷീൻ ലേണിംഗിൽ. The model M3 M2's perform is great on training but on decent on testing. Okay, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ഓരോ അത്യാവശ്യം ടെസ്റ്റിംഗ് സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ സ്റ്റുഡൻസ് നല്ല പഠിച്ച്, അതുപോലെ തന്നെ എക്സാമിന് കൺസെപ്റ്റ് നല്ല മനസ്സിലാക്കി പഠിച്ച് പോയി, എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇവന് ഒരു ഡീസൻ്റ് ആയിട്ട് എക്സാം എഴുതി വിജയിക്കാൻ കഴിയും. ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് മെഷീൻ ലേണിംഗ് ട്രെയിനിങ്ങിലും ആവശ്യമുള്ളത്. ഓക്കെ, വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ വന്നാലും കൺസെപ്റ്റ് അറിയുന്നതുകൊണ്ട് അവന് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ സമ്മറൈസ് ചെയ്താൽ ഇത്രേ ഉള്ളൂ. നമുക്ക് രണ്ട് ടൈപ്പ് മോഡലാണ്, ഒന്ന് സിംപ്ലസ്റ്റ് മോഡൽ, രണ്ട് കോംപ്ലക്സ് മോഡൽ. ഓക്കെ, ഇതിൽ തന്നെ സിംപ്ലസ്റ്റ് മോഡൽ ഓൾവേസ് അണ്ടർ ഫിറ്റ് ആയിരിക്കും, അണ്ടർ ഫിറ്റിനെ ചാൻസ് ഉണ്ട്. ഓക്കെ, കോംപ്ലക്സ് മോഡൽ ആണെങ്കിൽ ഓവർ ഫിറ്റ് നല്ല ചാൻസ് ഉണ്ട്. പെർഫെക്റ്റ്ലി ഫിറ്റ്, ഓക്കെ, സിംപ്ലസ്റ്റ് മോഡൽ അണ്ടർ ഫിറ്റിലായിരിക്കും ഓൾമോസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, കോംപ്ലക്സ് മോഡൽ ഓവർ ഫിറ്റ്, നമ്മൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആണത് ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മോഡലായിരിക്കും. എന്നാൽ ഈ രണ്ട് അണ്ടർ ഫിറ്റും ഓവർ ഫിറ്റിലും ട്രെയിനിങ് ടെസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറാണ്. അണ്ടർ ഫിറ്റ് ആണെങ്കിൽ ട്രെയിനിങ് സമയത്ത് ഞാൻ പറഞ്ഞു എക്സാമിൽ എക്സാം പഠിച്ചില്ല, അതേപോലെ ടെസ്റ്റിംഗ് സമയത്ത് പഠിച്ചില്ല, അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് അത്. അപ്പോൾ അതിനെ പറയുന്നത് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയും. ഓക്കെ, എന്നാൽ ഓവർ ഫിറ്റ് ആണെങ്കിൽ ട്രെയിനിങ് സമയത്ത് നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും, ടെസ്റ്റിംഗ് സമയത്ത് മക്കപ്പ് ചെയ്ത് സ്റ്റുഡൻസ് കാണാതെ പഠിച്ച സ്റ്റുഡൻ്റ് ആണെങ്കിൽ, കൺസെപ്റ്റ് അറിയാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടെസ്റ്റിംഗ് സമയത്ത് ബാഡായിരിക്കും. ഓക്കെ, എന്നാൽ പെർഫെക്റ്റ്ലി ഫിറ്റ് ആണെങ്കിൽ രണ്ട് ട്രെയിനിങ് സമയത്തും ടെസ്റ്റിംഗ് സമയത്തും പെർഫെക്റ്റ് ആയിട്ട് ഗ്രേറ്റ് പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവില്ല. കാരണം അവന് കൺസെപ്റ്റ് അറിയുകയും ചെയ്യാം, അതുപോലെ തന്നെ നല്ല പഠിച്ചും ചെയ്തത് ഒരു സിറ്റുവേഷനാണ് നമുക്ക് സമ്മറി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് നമ്മളെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മോഡൽ ഉണ്ടെങ്കിലും ഇതിൽ ആൾവേസ് ചൂസ് ദ മോഡൽ ദാറ്റ് ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡാറ്റ ഇൻസൈഡ് ഔട്ട് സോ ദാറ്റ് ഇറ്റ് ക്യാൻ മേക്ക് എ ഗുഡ് പ്രഡിക്ഷൻ. നമുക്ക് ഈ ലേൺ ചെയ്ത ഡാറ്റകൾ നല്ല ഗുഡ് പ്രഡിക്ഷൻ നടത്താൻ കഴിയണം, അതാണ് നമ്മളെ എയിം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു
ഓഗംസ് റസർ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിന് തന്നെ വ്യത്യസ്തമായ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ഒരു പ്രോബ്ലത്തിന് തന്നെ വ്യത്യസ്തമായ സൊല്യൂഷൻ എ, സൊല്യൂഷൻ ബി, സൊല്യൂഷൻ സി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ സിംപ്ലസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇതാണ് ഓഗംസ് റസർ പ്രിൻസിപ്പിൾ പറയുന്നത്. There are many solutions to the problem. Always choose the simpler one. അത്രേ ഉള്ളൂ. അപ്പോൾ സിംപ്ലർ ആയ സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ 3 മോഡൽ ഉണ്ട്. സപ്പോസ് 3 മോഡൽ M1 എന്ന ലീനിയർ. ഓക്കെ, M1 ഇത് ലീനിയർ ആണ്, M2 എന്ന ക്വാഡ്രാറ്റിക് ആണ്. അപ്പോൾ ഇതിന് M1 ലീനിയർ ആയതുകൊണ്ട് ഒറ്റ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, പ്ലസ് W0. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫീച്ചേഴ്സിനെ കൊണ്ട് 2 ആണ് ലീനിയർ. ഓക്കെ, ദെൻ M2 എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ആണ്. ഇവിടെ നമുക്ക് F1 സ്ക്വയർ അഥവാ പ്ലസ് W0 അഥവാ ബയാസ് ടേം കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫീച്ചേഴ്സ് 3. ഓക്കെ, ദെൻ ക്യൂബിക് ആണ് M3. ഇത് M3 ക്യൂബിക് ആണ്. അതിൽ F1 സ്ക്വയർ F3 അല്ല F1 സ്ക്വയർ F1 ക്യൂബ്. ഓക്കെ, പ്ലസ് ബയാസ് ടേം. അപ്പോൾ ടോട്ടൽ ഫീച്ചേഴ്സ് 3 പ്ലസ് 1 അഥവാ 4 ഉണ്ടാവും. Which one should we choose? Okay, ഇതിൽ ഏറ്റവും നല്ല ഇത് ഡാറ്റകളാണ്. ഓക്കെ, ഈ ഡാറ്റകളിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് M2. കാരണം ഇതാണ് ഓൾമോസ്റ്റ് മിനിമം ലോസ് ഉള്ള രീതിയിൽ ഫിറ്റ് ചെയ്ത കർവ്. M2 ആണ് നമ്മളെ പെർഫോമൻസ് നല്ല കൂടുതൽ പെർഫോമൻസ് അല്ല, മീൻസ് മിനിമം എറർ വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്ത്. ടെസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ M1 ഹൈ ആണ്. ഓക്കെ, M2 ലോ, M3 ലോ. ക്ലിയർലി M2 ഇസ് ബെസ്റ്റ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ M2 ആണ് ബെസ്റ്റ്. It is satisfied generation since M2 has a low test loss value. Okay, M1 M2 is similar model. Okay, similar model ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാരാമീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്പർ ഓഫ് പാരാമീറ്റർ M2 3 ആണ്. ദാറ്റ് മീൻസ് M2 എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് അല്ലേ, F1 സ്ക്വയർ പ്ലസ് W0 ഇത് കൂടി കൂട്ടിയിട്ടാണ് ടോട്ടൽ 3 കിട്ടുന്നത്. എന്നാൽ നമ്പർ ഓഫ് പാരാമീറ്റർ M2 3 is less than M3, കാരണം M3ന്റെ പാരാമീറ്റർ 4 ഉണ്ട്. ഇത് സിമ്പിൾ ഒന്നുമില്ല. നമ്മൾ ലെറ്റ് അണ്ടർസ്റ്റാൻഡ് മാത്സ് ബിഹൈൻഡ് സെയിം അഥവാ ലീനിയർ റിഗ്രഷൻ. നമുക്കറിയാം ഇക്വേഷൻ W0 പ്ലസ് W1 F1 പ്ലസ് W2 F1 സ്ക്വയർ പ്ലസ് W3 F1 ക്യൂബ് പ്ലസ് W4 F1 4. അഥവാ ഇതിൽ നമ്മൾ F1 ലീനിയർ ഇക്വേഷൻ ഒറിജിനൽ ഫീസ് F1 മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് ഡിറൈവ്ഡ് ആണ് F1 സ്ക്വയർ F1 ക്യൂബ് F1 4 ഒക്കെ, അഥവാ ട്രാൻസ്ഫോംഡ് ഫീച്ചേഴ്സ്. ദിസ് മോഡൽ സെനാരിയോ ഇതിൻ്റെ വ്യത്യസ്തമായ സെനാരിയോകൾ പറഞ്ഞതാണ്. കാരണം M1 M2 W1 W2 W3 W4 നോട്ട് ഈക്വൽ ടു 0 ഒരു കണ്ടീഷൻ. അതുപോലെ M2 എന്താക്കാം, W3 ഈക്വൽ ടു W4 ഈക്വൽ ടു 0, W1 W2 നോട്ട് ഈക്വൽ ടു 0. M3 W2 W3 W4 ഈക്വൽ ടു 0, W1 നോട്ട് ഈക്വൽ ടു 0. അത് ജസ്റ്റ് പറഞ്ഞ. ഇനി നമ്മൾ അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും അണ്ടർസ്റ്റാൻഡ് വിത്ത് ബയാസ് ആൻഡ് വേരിയൻസ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ടേംസ് ആണ് ഏത്, ബയാസ് ആൻഡ് വേരിയൻസ് വിത്ത് അണ്ടർ ഫിറ്റിംഗ് ഓവർ ഫിറ്റിംഗ് കണ്ടീഷൻ. ഇതിൻ്റെ ഇൻഡ്യൂറ്റീവ് അനാലിസിസ് അഥവാ ഇതെന്താണ് ഈ മെഷീൻ ലേണിങ്ങിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക്
കൺഫ്യൂഷൻ ആവില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് വളരെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ബയാസ് ആൻഡ് വേരിയൻസ് യൂസിങ് ഗെയിം ആർച്ചറി. ഗെയിം ആർച്ചറി യൂസ് ചെയ്തത്, ഈ ഗെയിംസ് നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അഥവാ ഒരു ആർച്ചറി വെച്ചിട്ട് നമ്മൾ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അമ്പ് ചെയ്തിട്ട് കൊള്ളിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഈ വേരിയൻസും ബയാസും വേരിയൻസും അത് അണ്ടർ ഫിറ്റ് വേരിയൻസ് മെഷർ ചെയ്തിട്ട് അണ്ടർ ഫിറ്റ് ആണോ ഓവർ ഫിറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലേണിംഗ് ഗെയിം. ഇപ്പോൾ ഫസ്റ്റ് ആർച്ചറി ലേഡി, ഇമാജിൽ കണ്ട ലേഡി ആർച്ചറി അമ്പ് ചെയ്യുമ്പോൾ എന്താക്കുക, സിൻസ് ഷീ സ്റ്റാർട്ടഡ് ലേണിംഗ്, പഠിക്കുന്ന സമയത്താണ്. ഓക്കെ, ജസ്റ്റ് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാത്തൊരു ഗെയിം നമ്മൾ ജസ്റ്റ് പഠിച്ച സമയത്ത് ഇത് വെരി ചാവട്ടിക് ആൻഡ് ജസ്റ്റ് ഹിറ്റിംഗ് ആരോ എനിവെയർ റാൻഡംലി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അമ്പ് ചെയ്യാൻ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ അമ്പ് ചെയ്യാൻ ജസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് അത് പെർഫെക്റ്റ് കൊള്ളുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യമായിരിക്കില്ല. അപ്പോൾ ആ ലേഡി അമ്പ് ചെയ്തപ്പോൾ ഇതേപോലെയാണ് ഓരോ പോയിന്റും കിട്ടിയത്. ഓക്കെ, നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആയിരുന്നു ടാർഗറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, ദിസ് ഈസ് കേസ് ഓഫ് ഹൈ ലോസ്. കാരണം സിൻസ് ടാർഗറ്റ് ഈസ് മിസ്ഡ് എവറി ടൈം, ടാർഗറ്റ് ഇതായിരുന്നു ടാർഗറ്റ്, പക്ഷെ അവർ എല്ലാ സമയത്തും മിസ് ചെയ്ത് ആണ് ഓരോ പോയിന്റിലേക്കും അടിച്ചത്. ഓക്കെ, അമ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് കൂടുതൽ ദൂരത്തിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയതെങ്കിൽ അതിനെ ഹൈ ബയാസ് എന്ന് പറയും. മനസ്സിലായല്ലേ? ഹൈ ബയാസ് മീൻസ് ഹൈ ലോസ്. മെഷീൻ ലേണിംഗ് ടേംസിൽ പറയുന്നത് ഹൈ ലോസ് ആണ്. ഓക്കെ, ടാർഗറ്റ് മിസ് ചെയ്തുകൊണ്ടാണ് ഹൈ ലോസ് വന്നത്. അപ്പോൾ ഹൈ ബയാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേരിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഷീ ഈസ് നോട്ട് കൺസിസ്റ്റന്റ്. പക്ഷെ ഇവർക്ക് കൺസിസ്റ്റൻസി ഇല്ല, ടാർഗറ്റിൽ കൊണ്ടുവന്നില്ല മാത്രമല്ല, ഈ വേറെ ഒരു പോയിന്റിലാണ് കൊള്ളുന്നതെങ്കിലും അത് അടുത്തടുത്തായിട്ട് വന്നില്ല, പല വേരിയലായിട്ടാണ് വന്നത്. ആ ഒരു കണ്ടീഷൻ പറയുന്നത് പേരാണ് ഹൈ വേരിയൻസ്. ഓക്കെ, ബിക്കോസ് ഷീ ഈസ് നോട്ട് കൺസിസ്റ്റന്റ്. ഹൈ വേരിയൻസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗിൽ നോ കൺസിസ്റ്റന്റ്. ഓക്കെ, അപ്പം നമ്മൾ കൺസിസ്റ്റന്റ് അഥവാ നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താകുന്നില്ല, ഓരോ സമയത്തും ഇപ്പോൾ 0.94 ആണ് കിട്ടിയെങ്കിൽ നെക്സ്റ്റിൽ 0.82, നെക്സ്റ്റിൽ 0.72, ഇങ്ങനെ മാറി വരികയാണെങ്കിൽ അഡ്ജസ്റ്റ് ആർ സ്ക്വയർ മാറി വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഹൈ വേരിയൻസ് പ്രോബ്ലം ആണെന്ന് പറയാം. കാരണം അതിന് എന്തില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല പ്രഡിക്ഷനിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് മെഷീൻ ലേണിങ്ങിലെ ഹൈ വേരിയൻസും ഹൈ ബയാസും. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ബയാസ് മീൻസ് നമുക്ക് എന്താണ്, ടാർഗറ്റ് മിസ് ചെയ്യുന്നത്, എല്ലാ സമയത്തും ടാർഗറ്റ് മിസ് ചെയ്യും. ഓക്കെ, ഹൈ വേരിയൻസ് പറഞ്ഞാൽ നോട്ട് കൺസിസ്റ്റന്റ്. ഓക്കെ, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ കേസ് 2. ഷീ ടയേർഡ് ഹാർഡ് ടു ലേൺ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റത്തെ കേസ് കൊണ്ട് ആ ലേഡി എന്താക്കി, നല്ല ഈ ടാർഗറ്റിലേക്ക് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പഠിച്ചു. എന്നിട്ട് ഫൈനലി ഷീ ക്യാൻ നൗ ഹിറ്റ് നിയർ ദ ബുൾ ഐസ്. ഓക്കെ,
ബട്ട് ഷീ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇതിൽ എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അവർക്ക്. പക്ഷെ എന്തില്ല, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ഏരിയയിൽ തന്നെ കൊണ്ടുവരാനില്ല, വ്യത്യസ്തമായ രീതിയിലാണ്, പക്ഷെ ടാർഗറ്റിനോട് അടുത്താണ്. ഈ ഒരു കണ്ടീഷനെ പറയുന്നതാണ്, ടാർഗറ്റിനോട് അടുത്ത് വരുന്ന കണ്ടീഷനാണ് ലോ ബയാൻസ് എന്ന് പറയുന്നത്, അഥവാ ബിക്കോസ് ഏറ്റവും നിയർ ദ ടാർഗറ്റ്. ഓക്കെ, അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ഇല്ലാത്ത, ഏറ്റവും നിയർ ആണെങ്കിൽ പോലും ഇതിനെന്തില്ല, കൺസിസ്റ്റന്റ് ഇല്ല, അതിനെ ഹൈ വേരിയൻസ് എന്ന് പറയും, ലാക്ക് ഓഫ് കൺസിസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിൽ രണ്ട് കണ്ടീഷൻ എന്തായാലും ഉണ്ടാവും. ഒന്നെങ്കിൽ ലോ വേരിയൻസ് ആയിരിക്കും, ലോ വേരിയൻസ്, അതേപോലെ തന്നെ ലോ വേരിയൻസ് ആയതിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ ലോ വേരിയൻസ് ആണെങ്കിൽ അതേ സമയത്ത് തന്നെ അത് ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ ബയാസും ആയിരിക്കും. ഓക്കെ, ലോ ബയാസ് മീൻസ് ടാർഗറ്റിനോട് അടുത്ത് വരാത്ത, ഹൈ ബയാസ് മീൻസ് ടാർഗറ്റിനോട് അടുത്ത് വരാത്തത്, ലോ ബയാസ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിനോട് അടുത്ത് വന്നത്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ, ഹൈ വേരിയൻസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ഇല്ലാത്തതിനെയാണ് ഹൈ വേരിയൻസ് പറയുക. ലോ വേരിയൻസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നതിന്, ഓക്കെ, കൺസിസ്റ്റന്റ് ആയി വന്ന കേസിനെ, അതോ റീപ്രൊഡ്യൂസ് സെയിം തന്നെ, ഏകദേശം സെയിം ആയിട്ട് തന്നെ വരുന്നതിന് ആ കണ്ടീഷനാണ് വരുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷീ ഡിസൈഡ് ടു വർക്ക് കൺസിസ്റ്റന്റ് വർക്ക് വിത്ത് ടൈം. ഷീ ലേൺഡ് ആർട്ട് ഓഫ് കൺസിസ്റ്റന്റ് ആയി ലേൺ അതിൻ്റെ ആർട്ട്, ആ ഒരു കല അവർ മനസ്സിലാക്കി. അത് വാസ് സ്റ്റിൽ മിസ്സിങ് ദ ടാർഗറ്റ്, പക്ഷെ എന്നാലും ഇതിൻ്റെ ടാർഗറ്റ് മിസ് ചെയ്തു പോയി. അപ്പോൾ ഈ ഒരു കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് ലോ വേരിയൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഷൂട്ട് ആർ കൺസിസ്റ്റന്റ്. ഓക്കെ, ഒരേ ഏരിയയിലേക്ക് തന്നെ അവർക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു, പക്ഷെ ഈ ഒരു കണ്ടീഷൻ ടാർഗറ്റിനോട് കുറേ ഫാർ അവേ ആണ്, അതുകൊണ്ട് ഹൈ വേരിയൻസ് ആണ്, ഹൈ ലോസ്, ടാർഗറ്റ് മിസ്സിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ദിസ് ഈസ് ദ കേസ് ഓഫ്, ഓക്കെ, ലോ ബയാസ് ആൻഡ് ലോ വേരിയൻസ്. ഓക്കെ, ലോ ബയാസ് മീൻസ് തന്നെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലോ വേരിയൻസ് ആണ്, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തു. ഇതാണ് ഒരു ഗുഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ മെഷീൻ ലേണിംഗിൽ എന്താണെന്ന് പറയുന്നതാണ് ഈ സ്ലൈഡിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ബയാസ്, വേരിയൻസ് മീൻസ് ദേ ആർ കൈൻഡ് ഓഫ് എറർ. ഓക്കെ, ഹൈ ബയാസ് ലീഡ് ടു ഹൈ എറർ, അത്രേ ഉള്ളൂ. ഹൈ ബയാസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഉദാഹരണത്തിൽ ഈ കുറേ വ്യത്യസ്തമായ പോയിന്റുകളാണ് കിട്ടണമെങ്കിൽ നല്ല എറർ ആയിരിക്കും. ഓക്കെ, ദൂരെ കിട്ടണമെങ്കിൽ വ്യത്യസ്തമായല്ല, ടാർഗറ്റിന് ദൂരെയാണ് കിട്ടുന്നത്, ഹൈ എറർ. അതുപോലെ ഹൈ വേരിയൻസ് ലീഡ്സ് ടു ഹൈ എറർ. അതുപോലെ തന്നെ ഹൈ വേരിയൻസ് എന്ന് പറഞ്ഞാലും, വേരിയൻസ് കൺസിസ്റ്റന്റ് ഇല്ലാതെ കിട്ടുകയാണെങ്കിലും അതും നല്ല എററിന് കാരണമാകും. വിച്ച് among the four scenario അപ്പോൾ ലീസ്റ്റ് എറർ. ലീസ്റ്റ് എററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ലോ വേരിയൻസ് ലോ ബയാസ്, ഇതാ ഈ കണ്ടീഷനാണ് ഏറ്റവും ബെറ്റർ എന്ന് നമ്മൾ പറഞ്ഞില്ല. ലോ വേരിയൻസ് പറഞ്ഞാൽ ടാർഗറ്റിൽ തന്നെ എല്ലാം ഹിറ്റ് ചെയ്ത്, അതുപോലെ ലോ ബയാസ് പറഞ്ഞാൽ ടാർഗറ്റിൽ തന്നെ എല്ലാം ഹിറ്റ് ചെയ്ത്, പക്ഷെ ലോ വേരിയൻസ് അതോ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഈ ഒരു കണ്ടീഷനാണ് ഏറ്റവും എറർ കുറവുള്ളത്. നെക്സ്റ്റ്, but how is bias variance related to overfitting and underfitting? ഈ ബയാസും വേരിയൻസും എങ്ങനെ ഓവർഫിറ്റിംഗ് അണ്ടർഫിറ്റിങ്ങിലേക്ക് ഇതാവുന്നതാണ്. മിഗ്നോൺ മോഡൽ വെരി സിമ്പിൾ, ലോ ഡിഗ്രി വേരിയൻസ്. ഇപ്പോൾ മോഡൽ ഈസ് വെരി സിമ്പിൾ, അപ്പോൾ മോഡൽ നമ്മൾ വെരി സിമ്പിൾ ആണെങ്കിൽ ലോ ഡിഗ്രി വിത്ത് ലോ വേരിയൻസ്. അപ്പോൾ സിമ്പിൾ മോഡലിന് ലോ ഡിഗ്രി ആയിരിക്കും, അതോ ലോ വേരിയൻസും ആയിരിക്കും. There are high chance of high test error, which means high bias. Okay, അപ്പോൾ ഇതിന് ഹൈ ചാൻസ് ആയിരിക്കും, ഹൈ ടെസ്റ്റിംഗ് സമയത്ത് ലോ ഡിഗ്രി ആൻഡ് ലോ വേരിയൻസ് ഉള്ളതിന് ഹൈ ടെസ്റ്റിംഗ് എററിന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, പക്ഷെ ട്രെയിനിങ് സമയത്ത് നല്ല ട്രെയിനിങ് ആയി നല്ലവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ കാണാത്ത പുതിയൊരു വേരിയൻസ് വരുമ്പോൾ ടെസ്റ്റിംഗ് എറർ ചാൻസ് കൂടുതലായിരിക്കും. ഈ ഒരു കണ്ടീഷനെ പറയുന്നതാണ് ഹൈ ടെസ്റ്റ് എററാണ്, വിച്ച് മീൻസ് ഹൈ ബയാസ്. ഓക്കെ, അത് ഫാർ അവേ ഫ്രം, ഹൈ ബയാസ് മീൻസ് ഫാർ അവേ ഫ്രം ടാർഗറ്റ്, മനസ്സിലായില്ല, ടാർഗറ്റിൻ്റെ ദൂരമായിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് പറയുന്നത്
ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് അണ്ടർ ഫിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അണ്ടർ ഫിറ്റിംഗ് കണ്ടീഷനിൽ എന്തായിരിക്കും? ജസ്റ്റ് പ്ലോട്ട് ദിസ്. ഓക്കെ, ഈ B1 എന്ന് പറഞ്ഞാൽ B1. ഓക്കെ, B1 ബയാസ് ഫോർ ഡിഗ്രി 1 അഥവാ പ്രഡിക്ഷൻ എറർ കോംപ്ലക്സിറ്റി സിമ്പിൾ മോഡലാണ്, ഡിഗ്രി 1 ആണ്. വാരിയൻസ് ഫോർ ഡിഗ്രി 1, വാരിയൻസ് ഈ V1 വാരിയൻസ് ഫോർ ഡിഗ്രി 1. ഓക്കെ, എറർ ഫോർ ഡിഗ്രി 1 ഇതാണ് എറർ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് അണ്ടർ ഫിറ്റിംഗ് ആണെങ്കിൽ സിമ്പിൾ മോഡലായിരിക്കും. ഓക്കെ, മോഡൽ അഥവാ ലോ വാരിയൻസ് ആൻഡ് എന്തായിരിക്കും? സിമ്പിൾ മോഡൽ ലോ വാരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ടെസ്റ്റ് എറർ ആയിരിക്കും. ഹൈ ടെസ്റ്റിംഗ് എറർ ഉണ്ടായത് കൊണ്ട് എന്താണ് ഇത്? ഹൈ ബയാസ്ഡ് കണ്ടീഷൻ ആയിരിക്കും. ഹൈ ബയാസ്ഡ് മീൻസ് എന്താ പറയുക, കൺസിസ്റ്റന്റ് ഉണ്ടാവില്ല. ഓക്കെ, സോറി, ഹൈ ബയാസ്ഡ് മീൻസ് ഹൈ ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റിനോട് അടുത്ത് തന്നെ കിട്ടി, പക്ഷേ ടെസ്റ്റിംഗ് എറർ ഭയങ്കരമായിരിക്കും. ഹൈ ആയിരിക്കും. ഓക്കെ, ട്രെയിനിങ് സമയത്ത് നല്ല പെർഫോമൻസ് ഉണ്ടാവും, പക്ഷെ ടെസ്റ്റിംഗ് സമയത്ത് ഹൈ എറർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ സെയിം സംഭവങ്ങൾ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഓവർ ഫിറ്റിംഗ് ഉണ്ടാവില്ല. ഓവർ ഫിറ്റിംഗ് ആണെങ്കിൽ ലോ ഡിഗ്രി അല്ല, ഹൈ ഡിഗ്രി. ഓവർ ഫിറ്റിംഗിൽ എന്താണ്? ഫിറ്റിംഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ലോ ബയാസ് ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അഥവാ ഹൈ ഡിഗ്രി മീൻസ് ട്രെയിനിങ് സമയത്ത് കാണാതെ പഠിച്ചു പോയിട്ടുണ്ടാവും. ടെസ്റ്റിംഗ് സമയത്ത് എന്താവില്ല, അതിൻ്റെ വേറെ വ്യത്യസ്തമായ പാറ്റേൺ വന്നാൽ ചെയ്യാൻ കഴിയില്ല. സെയിം പാറ്റേൺ ആണെങ്കിൽ അത്രേ ഉള്ളൂ. അഥവാ ഓക്കെ, അപ്പൊ ഇനി ഇതില് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതും ഇന്റർവ്യൂ ബേസിൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. റെഗുലറൈസേഷൻ ആൻഡ് ക്രോസ് വാലിഡേഷൻ. ഓക്കെ, അതിന് റെഗുലറൈസേഷൻ പറയുന്നതിന് മുമ്പ് ഓവർ ഫിറ്റിംഗ് അണ്ടർ ഫിറ്റിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ M1 ഇതാണ് M1. ഇതിൻ്റെ ടെസ്റ്റിംഗ് പെർഫോമൻസ് ഏകദേശം 40-50% ആണ്. എന്നാൽ ട്രെയിനിങ് പെർഫോമൻസ് അതത്ര തന്നെ 40-50% ടെസ്റ്റിംഗ് പെർഫോമൻസ് ഉണ്ട്. ഇതിന് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയും. ഇത് രണ്ടും പൂറാണ്. എന്നാൽ M10 ഓക്കെ, M10 മീൻസ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെറുത് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടല്ലേ, ഇതാണ് M10. അഥവാ ട്രെയിനിങ് സമയത്ത് ബെസ്റ്റ് പെർഫോമൻസ് ആണ് 96 to
100 ബെസ്റ്റാണ്. എന്നാൽ 7 to 80 ആണ്, അഥവാ അത്രേ ഉള്ളൂ. അഥവാ ഈ ഒരു കണ്ടീഷനാണ് ടെസ്റ്റിംഗ് സമയത്തുള്ളത്, ഓവർ ഫിറ്റ് എന്ന് പറയും. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ളതാണ് M2. 95 ഗ്രേറ്റ് ആണ്, 80 ടെസ്റ്റിംഗ് സമയത്ത്. അതുപോലെ തന്നെ ഇതിന് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ഫിറ്റ് നമുക്ക് ഒരു മോഡലിൽ നമുക്ക് സാധാരണ കിട്ടലില്ല. ബയാസ് മീൻസ് y hat minus yi, അഥവാ ഈ എറർ ക്ലോസ് ടു 0 ആണ് എന്നെങ്കിൽ ലോ ബയാസ്. 0യിലേക്ക്, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാർഗറ്റിനോട് അടുത്ത് വരികയാണെങ്കിൽ, നമ്മൾ ആർച്ചറി ചെയ്തപ്പോൾ ഓരോ പോയിന്റ് ടാർഗറ്റിനോട് അടുത്ത് വരികയാണെങ്കിൽ ലോ ബയാസ് എന്ന് പറയും. ഓക്കെ, ഇനി ടാർഗറ്റ് ഇവിടെ എല്ലാം വളരെ ദൂരത്താണ് വരുന്നതെങ്കിൽ അതിനെ ഹൈ ബയാസ്, അഥവാ എററിന്റെ ടൈമിൽ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് y hat minus yi hat minus yi വെരി വെരി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഹൈ ബയാസ് എന്ന് പറയും. ഓക്കെ, ഈ വാരിയൻസിന്റെ ടൈമിൽ പറയുകയാണെങ്കിൽ മെഷർ വാരിയൻസ് മോഡൽ ആൻഡ് പ്രഡിക്ഷൻ. ഇഫ് മോഡൽ പ്രഡിക്റ്റർ ക്ലോസർ ടു ഈച്ച് അതർ. ഓക്കെ, നമ്മൾ പ്രഡിക്ഷൻ ട്രെയിൻ ചെയ്ത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ലോ വാരിയൻസ് എന്ന് പറയും. അഥവാ ക്ലോസ്, നേരത്തെ ആർച്ചറിയിൽ നമ്മൾ പറഞ്ഞ ഫാർ ടാർഗറ്റിനോട് അടുത്ത് തന്നെ വന്നത്, പക്ഷെ വ്യത്യസ്തമായ ഏരിയയിലാണ്, കൺസിസ്റ്റൻസി ഇല്ല, അതിനാണ് ലോ വാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ മോഡൽ പ്രഡിക്ഷൻ അപ്പാർട്ടാണ് ആൻഡ് റാൻഡം ആണ്, അങ്ങനെയാണെങ്കിൽ കുറെ അകലെയാണ്, ടാർഗറ്റ് കൂടെയാണ് മോഡൽ ഇങ്ങനെ ആണ്, പക്ഷെ റാൻഡം ആയിട്ടാണ് വരുന്നത്, അതിനാണ് ഹൈ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വിചാരിക്കുന്നു. ഇനി നമ്മൾ റെഗുലറൈസേഷൻ പറയാണ്. സിമ്പിളായിട്ട് റെഗുലറൈസേഷൻ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ. സിമ്പിൾ ഒന്നുമില്ല ഇത്, പക്ഷെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റർവ്യൂ പർപ്പസിലൊക്കെ. റെഗുലറൈസേഷൻ ടെക്നിക്ക് പ്രിവെന്റ് ഓവർ ഫിറ്റിംഗ് മെഷീൻ ലേണിംഗ്. ഓക്കെ, റെഗുലറൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവർ ഫിറ്റിംഗ് കണ്ടീഷന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ ഫിറ്റിംഗ് കണ്ടീഷൻ നമുക്ക് പറയാം, നമ്മൾ ട്രെയിനിങ് സമയത്ത് നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും, ഗുഡ് പെർഫോമൻസ്. ഓക്കെ, ഗുഡ് പെർഫോമൻസ്. എന്നാൽ ടെസ്റ്റിംഗ് സമയത്ത് ബാഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബാഡ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാഡ് സിറ്റുവേഷൻ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലറൈസേഷൻ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഓവർ ഫിറ്റിംഗ് ഹാപ്പൻ വെൻ മോഡൽ ലേൺ ടു മച്ച് നോയ്സ്. ഓക്കെ, ഓവർ ഫിറ്റിംഗ് വരുന്ന മോഡൽ ഭയങ്കര കൂടുതൽ നമ്മളെ ഇൻപുട്ട് ഡാറ്റ ലേൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോയ്സുകൾ ഉണ്ടെങ്കിൽ, വ്യത്യസ്തമായ ഒരു കൺസിസ്റ്റൻ്റ് ഒന്നും ഇല്ലാത്ത ഡാറ്റകൾ ലേൺ ചെയ്യുമ്പോഴാണ് ഓവർ ഫിറ്റിംഗ് വരുന്നത്. അഥവാ നോയ്സ് കൺസിസ്റ്റൻ്റ് ഇല്ലെങ്കിൽ നോയ്സ് ഉള്ള ഡാറ്റകൾ വരുമ്പോൾ ഫ്രം ദ ട്രെയിനിങ് ഡാറ്റ മേക്കിംഗ് ഇറ്റ് പെർഫോം ടു ക്ലിയർലി ഇൻ അൺസീൻ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഒരു ഗുഡ് പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കണ്ടെത്താൻ കഴിയില്ല. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റെഗുലറൈസേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് റെഗുലറൈസേഷൻ ആഡ് ആസ് എ പെനാൽറ്റി ടേം ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ബിക്കോസ് ലോസ് ഫംഗ്ഷൻ സോ ദാറ്റ് മോഡൽ പെർഫോമൻസ് സിംപ്ലർ സൊല്യൂഷൻ. ഓക്കെ, പെനാൽറ്റി ടൈം ടു ലോസ് ഫംഗ്ഷൻ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സിംപ്ലർ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് റെഗുലറൈസേഷൻ ആണുള്ളത്. ഓക്കെ,
ഒന്ന് L1 റെഗുലറൈസേഷൻ. ഈ L1 റെഗുലറൈസേഷനെ ലാസോ റെഗുലറൈസേഷൻ എന്ന് പറയലുണ്ട്. ഓക്കെ, ഇത് ഈ പെനാൽറ്റി ടേംസ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞില്ല, ലോസ് ഫംഗ്ഷൻ ഒരു പെനാൽറ്റി ടൈം ആയിട്ടാണ് ഇതായിട്ട്. നമുക്ക് ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് L. ഓക്കെ, L is equal to 1/n into y minus y at whole square. ഇതാണ് ലോസ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഈ 1/n ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ലോസ് കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം, y hat എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, W ട്രാൻസ്ഫോർ ഇൻറ്റു W ട്രാൻസ്ഫോർ എക്സ് പ്ലസ് W നോട്ട് അതോ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലോസ് കുറക്കണമെങ്കിൽ ഈ y എന്നുള്ള നമ്മളെ ട്രെയിനിങ് ഡാറ്റ ഔട്ട്പുട്ട് അല്ല ട്രെയിൻ ഡാറ്റ y മൈനസ് y hat അഥവാ പ്രൊഡിക്ഷൻ ഡാറ്റ, ഇത് ലോസ് കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ y എന്നുള്ളത് ഉദാഹരണത്തിന് ഞാൻ 10K കൊടുത്തു. എന്നാൽ ഈ ഒരു ടേംസ് ഉണ്ടല്ലോ y hat, അപ്പോൾ y hatനെ നമ്മൾ പ്രൊഡിക്റ്റഡ് ഡാറ്റനെ നമുക്ക് ലോസ് കുറക്കണമെങ്കിൽ 9.9 എങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അഥവാ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ മൈനസ് ചെയ്താൽ 10 മൈനസ് 1K അഥവാ സോറി 9.9 ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.1K കിട്ടും ലോസ് ഫംഗ്ഷൻ. ഓക്കെ, 1K ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇനി 10K മൈനസ് 1K ആണെങ്കിൽ 9K ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ ലോസ് കൂടി. y മൈനസ് okay, loss function is equal to y minus y transpose x plus w naught, sorry, w transpose x plus w naught all square. അപ്പോൾ ഈ ലോസ് ഫംഗ്ഷൻ കുറക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മാക്സിമം y ട്രാൻസ്പോസ് നമുക്ക് മാക്സിമം കൂട്ടണം. ബയാസ് ടൈം നമുക്ക് അങ്ങനെ കൂട്ടാൻ കഴിയില്ല. അപ്പോൾ അതിന് കണ്ടീഷനായിട്ട് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് വരുന്ന ഒരു ടേമാണ് ഇവിടെ എന്തായിരിക്കും, w ഹോൾ സ്ക്വയർ ഇവിടെ കുറഞ്ഞു വരും. ഈ ഒരു ടേമിനാണ് നമ്മൾ പെനാൽറ്റി ടേം എന്ന് പറയുന്നത്. ഈ ഒരു ടേമിനാണ് നമ്മൾ റെഗുലറൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ റെഗുലറൈസേഷന് ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പോൾ നമ്മളോട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നീ കൂടുതൽ കളിക്കുകയാണെങ്കിൽ എന്താക്കും, നീ കുറച്ച് പഠിക്കുകയാണെങ്കിൽ നിന്റെ കളിക്കാൻ പോകുന്നത് ഞാൻ കുറക്കും നമ്മളോട് വീട്ടിൽ നിന്ന് പറയല്ലേ മാതാപിതാക്കൾ. അതേപോലെയാണ് ഇത്. ഇപ്പം നമ്മൾ ഇവിടെ ലോസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി, മാക്സിമം W ട്രാൻസ്പോസിനെ എന്താക്കി അഥവാ ഫീച്ചേഴ്സിനെ അങ്ങ് കൂട്ടി കൊടുത്ത്. ഈ കൂട്ടി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇവിടെ പെനാൽറ്റി ആയിട്ട് നമുക്ക് എന്ത് വന്നു, W സ്ക്വയർ ഹോൾ സ്ക്വയറിന് കുറഞ്ഞു വരും. കുറയുന്ന ഒരു ടേം അവിടെ അഡീഷണൽ ആഡായിട്ട് വന്നു. ഇതിനാണ് പെനാൽറ്റി ടേം എന്ന് പറയുന്നത്. ഈ പെനാൽറ്റി ടേമാണ് അഥവാ നമ്മൾ നീ കൂടുതൽ കളിക്കുകയാണെങ്കിൽ അല്ല കുറച്ച് പഠിക്കുന്നുള്ളെങ്കിൽ നീ കൂടുതൽ കളിക്കുകയാണെങ്കിൽ ഞാൻ പഠന സമയം ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് പഠിക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ച് കളിക്കുന്ന ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കി, നമ്മൾക്ക് പെനാൽറ്റി ആയിട്ട് നമുക്ക് കൂടുതൽ കളിക്കാൻ പോയാണ്ട് കൂടുതൽ കളിക്കുന്നതിനാണ്. കൂടുതൽ കളിക്കുമ്പോൾ നമുക്ക് എന്താക്കാം, നമ്മളെ കളിക്കുന്ന സമയം കുറക്കും. കൂടുതൽ കളിച്ചോണ്ട് പിറ്റത്തെ ദിവസം കളിക്കുന്ന സമയം കുറക്കൂല, ആ ഒരു സംഭവം.
കൂടുതൽ കളിക്കാൻ പോയുണ്ട്. പഠിക്കേണ്ട സമയത്ത് കൂടുതൽ കളിക്കാൻ പോയുണ്ട്. പിറ്റേ ദിവസം എന്താക്കും നമ്മളെ മാതാപിതാക്കൾ പഠിക്കുന്ന സമയം കുറക്കും. അതേപോലെയാണ് ഈ പെനാൽറ്റി ടൈം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെനാൽറ്റി ടൈമിന് റെഗുലറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, W0². അപ്പോൾ ഇതിനെ ഈ ഒരു റെഗുലറൈസേഷൻ 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, L1 റെഗുലറൈസേഷൻ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാസോ റെഗുലറൈസേഷൻ. L2 റെഗുലറൈസേഷൻ റിജിഡ് റെഗുലറൈസേഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ നോക്കാം. L1 റെഗുലറൈസേഷൻ ലാസോ റെഗുലറൈസേഷൻ ആണ്. ഒരു ടേമും കൂടി ഉണ്ട്, അത് നിങ്ങൾ ഓർത്തിക്കണം. ചിലപ്പോൾ L1 ചോദിക്കില്ല, ലാസോ റെഗുലറൈസേഷൻ ഇന്റർവ്യൂലൊക്കെ ചോദിക്കില്ല. ഇതൊരു പെനാൽറ്റി ടൈമാണ്. ഓക്കെ, ലാംഡ, അതിനെങ്ങനെ പറയാം, ലാംഡ ഇൻറ്റു സിഗ്മ i = 1 to n WI അബ്സല്യൂട്ട്. ഓക്കെ, അപ്പോൾ ഈ അബ്സല്യൂട്ട് വാല്യൂ ആണ് ഇവിടെ കാണിക്കേണ്ടത്. സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ വെയിറ്റ്. effective first some weight to become exactly 0 and good for feature selection. ഇതെന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമുക്ക് മിനിമം കണ്ടു, ഇതാണ് നമ്മളെ പെർഫെക്റ്റ്, ഇവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ ലോസ് പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു പോയിന്റ് എടുത്ത് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് എന്താക്കി ഓരോ പോയിന്റ് ഇങ്ങനെ മാറി മാറി വന്നിട്ട് 0യിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു മിനിമത്തിലേക്ക് എത്തും. മിനിമം നമ്മൾ കണ്ടുപിടിക്കേണ്ടി. അപ്പോൾ അതിനാണ് ഫസ്റ്റ് സം വെയിറ്റ്സ് അഥവാ ഫീച്ചേഴ്സിന് മിനിമത്തിലേക്ക് എത്താൻ വേണ്ടി ഇത് സഹായിക്കും. അതുകൊണ്ട് ഫീച്ചർ സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 10K ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് റിയൽ വേൾഡിൽ നമ്മൾ എക്സാമ്പിൾ. അപ്പോൾ അതിൽ നിന്ന് 0 ആവുന്ന ഫീച്ചേഴ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഫീച്ചേഴ്സ് ആയിരിക്കും 0 ആയത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെഗുലറൈസേഷൻ ആണ് ലാസോ റെഗുലറൈസേഷൻ അഥവാ L1 റെഗുലറൈസേഷൻ. ഓക്കെ, എക്സാമ്പിൾ യൂസ് വെൻ യു ഹാവ് എ ലോട്ട് ഓഫ് ഇറലവൻറ്റ് ഫീച്ചേഴ്സ്. അത് നേരത്തെ പറഞ്ഞ പോലെ വാണ്ട് ടു ഓട്ടോമാറ്റിക് ഫീച്ചർ റിമൂവൽ പർപ്പസിന് വേണ്ടിയിട്ട് L1 റെഗുലറൈസേഷൻ അല്ലെങ്കിൽ ലാസോ റെഗുലറൈസേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, എന്നാൽ L2 റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ റിജിഡ് റിഗ്രഷൻ എന്നാണ് ഇതിന് സകലം. ലാസോ റെഗുലറൈസേഷൻ അല്ല, ലാസോ റിഗ്രഷൻ, സോറി. അപ്പോൾ ഇത് റിജിഡ് റിഗ്രഷന് നമുക്ക് എന്താക്കി യൂസ് ചെയ്യാം. റിജിഡ് റിഗ്രഷന് അഥവാ L2 റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ പെനാൽറ്റി ടൈം എങ്ങനെ തരും, ലാംഡ ഇൻറ്റു സിഗ്മ i = 1 to n WI². അപ്പോൾ ഇത് സം ഓഫ് സ്ക്വയർ വാല്യൂ ഓഫ് വെയിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഉദാഹരണത്തിൽ ഇപ്പോൾ സ്ക്വയർ വാല്യൂ ഇതാണ് നമ്മുടെ ലോസ് ഫംഗ്ഷൻ എങ്കിൽ ഇവിടെ ഒരു ഫീച്ചേഴ്സ് എടുക്കും. പിന്നെ സ്ക്വയർ ആയതുകൊണ്ട് ഇത് നേരെ ചാട്ടം കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ വീണ്ടും ചാടും. പിന്നെ ഇവിടെയാണ് നമ്മളെ പോയിന്റ് മിനിമം ഉള്ളത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇത് ഇങ്ങനെ സ്മോൾ ആയിട്ട് വരും. പക്ഷെ 0യിലേക്ക് എത്തൂല. അപ്പോൾ ഇങ്ങനത്തെ റെഡ്യൂസ് ലാർജ് വെയിറ്റ് ബട്ട് നെവർ മേക്ക് ദം ഇസ് എക്സാക്ട്ലി 0 ആവില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താക്കാം, കീപ് ദ ആൾ ഫീച്ചേഴ്സ് ബട്ട് റെഡ്യൂസ് ദെയർ ഇമ്പാക്റ്റ്. എല്ലാ ഫീച്ചേഴ്സിനും ചില സിറ്റുവേഷനിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് കുറച്ചിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ആ കണ്ടീഷനിൽ നമുക്ക് എന്താക്കാം, L2 റെഗുലറൈസേഷൻ അഥവാ റിഡ്ജ് റിഗ്രഷനെ നമുക്ക് യൂസ് ചെയ്യാം. നേരത്തെ ഞാൻ റിജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റിഡ്ജ് റിഗ്രഷനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കീപ് ആൾ ഫീച്ചേഴ്സ് ബട്ട് റെഡ്യൂസ് ദെയർ എഫക്റ്റ്. എക്സാമ്പിൾ യൂസ് കേസ് ആണ് ആൾ ഫീച്ചേഴ്സ് ആർ സംവാട്ട് യൂസ്ഫുൾ ബട്ട് വി വാണ്ട് ടു പ്രിവെന്റ് ഓവർ റിലയൻസ് ഓൺ എ ഫ്യൂ. ഓക്കെ, അതിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ഒഴിവാക്കി നമുക്ക് യൂസ് ചെയ്യണം. ഇങ്ങനത്തെ കണ്ടീഷന് നമുക്ക് L2 റെഗുലറൈസേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്ത ഫീച്ചേഴ്സ്. L1 പറഞ്ഞാൽ ലാസോ റിഡ്ജ്, L2 പറഞ്ഞാൽ റിഡ്ജ് റിഗ്രഷൻ. ഓക്കെ, പെനാൽറ്റി ടൈം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വെയിറ്റ്സ് ആണ് നമ്മൾ L1 യൂസ് ചെയ്യുന്നത്. എന്നാലും L2 സ്ക്വയർ വാല്യൂ ആണ്. അത് ഫീച്ചർ സെലക്ഷൻ പോസിബിൾ ആണ്. യെസ്, വൈ, എന്തുകൊണ്ടാണ്? വെയിറ്റ് ക്യാൻ ബി 0 ആക്കാം. ഇതിൽ ഫീച്ചർ സെലക്ഷൻ പോസിബിൾ അല്ല. മോഡൽ ഇന്റർപ്രറ്റബിലിറ്റി ആണ് ഹൈ ആണ്. സ്പേസ് മോഡൽ ഇത് ലോവർ ആണ്.
computation can be slower for large GPU, faster. Okay. ഈ വാലിഡേഷൻ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വാലിഡേഷൻ അബ്സല്യൂട്ട് ടെസ്റ്റിംഗ് യുവർ മോഡൽ ഓൺ ഡാറ്റ ദാറ്റ് വാസ് യൂസ്ഡ് ഫോർ ട്രെയിനിങ് ടു ചെക്ക് ജനറലൈസേഷൻ. ട്രെയിനിങ് സെറ്റ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിൽ ഇപ്പോൾ നമ്മളെ ഡാറ്റ ഇത് നമ്മളെ ഡാറ്റ നോക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എടുക്കൽ 80% ട്രെയിനിങ്ങിന് യൂസ് ചെയ്യും, ബാക്കി റിമൈനിങ് 20% ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ ഇതുവരെ നമ്മൾ എടുത്തുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം നമുക്ക് ഉദാഹരണത്തിൽ ഒരു ട്രെയിനിങ് ചെയ്തു ടെസ്റ്റിങ് ചെയ്തു. ഇപ്പം ഒരു അഡ്ജസ്റ്റഡ് R² നമുക്ക് ഏകദേശം ഒരു 0.94 നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ. എന്നാൽ ടെസ്റ്റിംഗ് സമയത്ത് ട്രെയിൻ സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടി, ടെസ്റ്റ് ചെയ്തപ്പോഴും കുഴപ്പമില്ല, ഇതേപോലെ തന്നെ കിട്ടി. എന്നാൽ വീണ്ടും പുതിയൊരു ഡാറ്റ വരുമ്പോൾ ഈ അഡ്ജസ്റ്റ് ആസ്ക് നമ്മൾ പെർഫെക്റ്റ് ആണ് അതിൻ്റെ മോഡലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പുതിയ ഡാറ്റകൾ വരുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാത്ത പുതിയ ഡാറ്റകൾ വരുമ്പോൾ ചിലപ്പോൾ എന്താവില്ല, ടെസ്റ്റിംഗ് സമയത്ത് അഡ്ജസ്റ്റഡ് R² വാല്യൂ വളരെ കുറഞ്ഞ 0.50 5 കിട്ടണമെങ്കിൽ നമ്മൾ മോഡൽ ഫെയിലായി പോകും. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ നമുക്ക് എന്താണ് നമുക്കൊരു സൊല്യൂഷനാണ് ഉള്ളത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉദാഹരണത്തിൽ ഇതിനെ നമ്മളെ ഓവറോൾ ഡാറ്റ ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ നോക്കണ്ടത് പിന്നെ പറയും. ഓവറോൾ ഡാറ്റ നമ്മൾ എന്താക്കും, ഈ 80 എടുക്കുന്നതിന് പകരം ഞാൻ ഒരു 60 ട്രെയിനിങ്ങിന് എടുക്കും. ഓക്കെ. പിന്നെ ഈ 40 ബാക്കി റിമൈനിങ് 40-നെ 20% ഡാറ്റ മാറ്റി വെക്കും. എന്നിട്ട് ഈ 20-നെ ഞാൻ എന്താക്കും, ഒരു 20-നെ ഞാൻ ടെസ്റ്റിങ്ങിന് എടുക്കും. ഓക്കെ. ഒരു 20-നെ ഞാൻ വാലിഡേഷൻ പർപ്പസിന് എടുക്കും. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 60 ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റഡ് R² ഒക്കെ നോക്കും. ഓക്കെ. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ നമുക്ക് കിട്ടും. അഡ്ജസ്റ്റഡ് R² 0.89 ഒക്കെ കിട്ടിയെങ്കിൽ ഒക്കെ ഡീസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓക്കെ ആണ് എടുത്ത്. എന്നിട്ട് ഞാൻ ടെസ്റ്റിങ്ങിന് നമ്മൾ കാണാത്ത ഡാറ്റേന് മുന്നേ ഈ 20%-ൽ ഞാനൊന്ന് വാലിഡേറ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്യുന്ന മീൻസ് അത് ഈ ഒരു ഡാറ്റയിൽ ഞാനൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റഡ് R² ഏകദേശം 0.88 ഏകദേശം ആ റേഞ്ചിലൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ടെസ്റ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യും. അപ്പോൾ എന്തായി, 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്ന പോലെ ആയി കിട്ടി. ഓക്കെ. അപ്പോൾ എന്നിട്ട് അതിൽ ഓക്കെ ആണെങ്കിൽ അതിനെ ഞാൻ മോഡലാക്കി ഡിപ്ലോയ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ ഒരു പർപ്പസിന് പറയുന്ന പേരാണ് ഇതിനെ ഞാൻ വാലിഡേഷൻ ചെയ്തതിന് ശേഷം ആണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വാലിഡേഷൻ ചെയ്തതിന് ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് നമ്മളെ മോഡൽ ഓക്കെ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ഡാറ്റ എടുത്ത് അതിൽ വാലിഡേറ്റ് ചെയ്യുന്ന പർപ്പസിനാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം training data used to train model, validation set used to tune hyperparameter അഥവാ lambda regularization. ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ടെസ്റ്റ് സെറ്റ് യൂസ് ടു എവരി എൻഡ് ഓഫ് അൺബയാസ്ഡ് വാല്യൂസ് ട്യൂൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ. ഇതിൽ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ റെഗുലറൈസേഷന് മുന്നേ റെഗുലറൈസേഷൻ കൂടണോ കുറയണോ വേണ്ടിയിട്ട് നമ്മളൊരു വാലിഡേഷൻ പർപ്പസിന് ഒരു ലാംഡ എന്നുള്ള ടേം യൂസ് ചെയ്യും.
ഈ ഒരു ടേം എങ്ങനെ റെഗുലറൈസേഷൻ ചെയ്യണം, സ്പീഡിൽ ചെയ്യണോ സ്ലോ ആയിട്ട് ചെയ്യണമെന്ന് വേണ്ട, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ലാംഡ. ഓക്കെ, ഇതാണ് ട്യൂണർ. ഓക്കെ, ലാംഡ. ഓക്കെ, ഇനി ക്രോസ് അപ്പോൾ ഈ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ട്രെയിൻ ടെസ്റ്റ് ഡാറ്റനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വാലിഡേഷൻ പർപ്പസിന് ഒരു സെറ്റ് ഡാറ്റ എടുത്ത് അത് ക്രോസ് ചെക്ക് ചെയ്ത് ടെസ്റ്റ് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യും. ഇനി ക്രോസ് വാലിഡേഷൻ. ഈ ക്രോസ് വാലിഡേഷൻ ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ വാലിഡേഷൻ ടെസ്റ്റിന് പകരം നമ്മൾ ക്രോസ് വാലിഡേഷൻ യൂസ് മൾട്ടിപ്പിൾ സ്പ്ലിറ്റ് to get more reliable results. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഇതാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മളെ ഡാറ്റ സെറ്റിൽ തന്നെ ഒരു ട്രെയിൻ സമയത്ത് ഇപ്പോൾ നമ്മൾ ഓവറോൾ ഡാറ്റ സെറ്റ്, ഇപ്പോൾ ട്രെയിൻ സമയത്ത് ഈ ഒരു ഏരിയ നമ്മൾ ട്രെയിനിങ്ങിന് യൂസ് ചെയ്തു, ഇത് വാലിഡേഷൻ പർപ്പസിന് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 90% അഡ്ജസ്റ്റ് ആർ സ്ക്വയർ നമുക്ക് കിട്ടി. അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ നമുക്ക് 90% കിട്ടി, അഥവാ പെർഫോമൻസ്. എന്നാൽ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാറ്റി വേറെ ആൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ ട്രെയിനിങ്ങിന് യൂസ് ചെയ്തു, ഇത് വാലിഡേഷന് യൂസ് ചെയ്തു. അപ്പം ഇതിൻ്റെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ അഥവാ പെർഫോമൻസ് 82 ആയിട്ട് കുറഞ്ഞു. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ ഓവറോൾ ഡാറ്റനെ നമ്മൾക്ക് 5 ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ 5 ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ഞാൻ വാലിഡേഷന് യൂസ് ചെയ്യുന്നില്ലേ, ഈ വാലിഡേഷന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ ഏരിയകൾ യൂസ് ചെയ്യും. ഈ ഒരു ഡാറ്റനെ 5 ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ 5 രണ്ടാമത്തെ ഇതിൽ രണ്ടാമത്തെ ടെസ്റ്റ് വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഏരിയനെ വാലിഡേഷൻ പർപ്പസ് യൂസ് ചെയ്യും. മൂന്നാമത്തിൽ ഈ ഏരിയനെ വാലിഡേഷൻ പർപ്പസ് യൂസ് ചെയ്യും. നാലാമത്തിൽ ഈ ഏരിയനെ വാലിഡേഷൻ പർപ്പസ്, അഞ്ചാമത്തെ ഈ ഏരിയനെ വാലിഡേഷൻ പർപ്പസ് യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എന്താക്കിയെടുക്കും, വാലിഡേഷൻ ഓരോന്നിൻ്റെയും അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ പെർഫോമൻസ് കാണും. ഫസ്റ്റത്തെ എനിക്ക് 90% കിട്ടി, സെക്കൻഡ് 82% കിട്ടി. ഓക്കെ, തേർഡ് വണ്ണിൽ 86 കിട്ടി, ഫോർത്ത് വണ്ണിൽ ഈ ഏരിയ ആകുമ്പോൾ എനിക്ക് എന്തായി 92 കിട്ടി, ഫിഫ്തിൽ 88% കിട്ടി. എന്നിട്ട് ഇങ്ങനെ വ്യത്യസ്തമായി 5 എണ്ണം കിട്ടിയില്ലേ, എന്നിട്ട് ഇതിൻ്റെ ആവറേജ് ഞാൻ എടുക്കും. ഓക്കെ, ആവറേജ് ഏകദേശം 89. അപ്പോൾ ഇത് ആൾമോസ്റ്റ് നല്ലൊരു ഗുഡ് പെർഫോമൻസ് ആണ്, 89% കിട്ടി. ഈ ഒരു ടേമിനെയാണ് ഇതിനെയാണ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ആവറേജും കൂടി എടുക്കുന്ന ഒരു ടേം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് പറയും, കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയും. കെ ക്രോസ് വാലിഡേഷൻ. ഓക്കെ, കെ ക്രോസ് വാലിഡേഷൻ. ഇവിടെ നമ്മൾ 5 എണ്ണം, കെക്ക് പകരം ഇവിടെ 5 ഡാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 5 ക്രോസ് വാലിഡേഷൻ എന്ന് പറയും. ഓക്കെ, കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ അവിടെ 5 എണ്ണം എടുത്തുകൊണ്ട് ഇവിടെ 5 കെക്ക് പകരം 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയും. ഓക്കെ, അതിൽ നമ്മൾ എന്താ ചെയ്തത്, സ്പ്ലിറ്റ് യുവർ ഡാറ്റ ഇൻടു കെ പാർട്ട്, അഥവാ നേരത്തെ നമ്മൾ 5 ഡിവൈഡ് ചെയ്തു. For each iteration k equal 1 for training, use remaining 1 fold validation. Okay, rotate fold to each one, use validate exactly 1 average of validate square.
അപ്പോൾ അങ്ങനെ എടുത്തു. അപ്പോൾ അവറേജ് എടുത്തപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാലിക്കറ്റ് 5 fold 5 different train validation combination average more reliable performance estimate use all data both training and validation. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അവറേജ് ഏറ്റവും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഒരു വാല്യൂ കിട്ടുകയാണെങ്കിൽ, അഡ്ജസ്റ്റ് സ്ക്വയർ കിട്ടുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ യൂസ് ചെയ്യാം? ഇതിനെ നമുക്ക് ഒരു ഗുഡ് മോഡലായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂ വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ബേസിലൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.